ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നതിന് കാടാമ്പുഴ ദേവിക്ക് സമർപ്പിക്കുന്ന മുട്ടറുക്കൽ വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ വഴിപാടുകൾക്ക് പുറമെ പ്രത്യേകമായ രണ്ട് പ്രധാന വഴിപാടുകളുള്ള ക്ഷേത്രമാണ് കാടാമ്പുഴ ശ്രീ പാർവതി ക്ഷേത്രം. അതാണ് മുട്ടറുക്കൽ വഴിപാടും പൂമൂടൽ വഴിപാടുമാണ് അവിടുത്തെ പ്രധാന വഴിപാടുകൾ. മുട്ടറുക്കൽ വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അഥവാ മുട്ടുകൾ ഉണ്ടാകുന്നത് മാറുന്നതിനാണ് മുട്ടറുക്കൽ വഴിപാട് കഴിപ്പിക്കുന്നത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് ആരോഗ്യമുട്ട്, തൊഴിൽപരമായ തടസ്സങ്ങൾ മാറുന്നതിന് തൊഴിൽമുട്ട്, വിദ്യാപരമായ തടസ്സങ്ങൾ മാറുന്നതിന് വിദ്യാമുട്ട്, വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് മംഗല്യമുട്ട്, ഗൃഹമുട്ട്, സന്താനമുട്ട്, ദാമ്പത്യമുട്ട്, കുടുംബമുട്ട്, വാഹനമുട്ട്, ഭൂമിമുട്ട്, അങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നതിനുള്ള മുട്ടറുക്കൽ വഴിപാടാണ് അവിടെ നടക്കുന്നത്. എല്ലാ തടസ്സങ്ങളും മാറുന്നതിനുള്ള മുട്ടറുക്കൽ വഴിപാട് അവിടെ ഉണ്ട്. ഉദ്ദിഷ്ട പ്രാർത്ഥന എന്ത് തന്നെയായാലും ആ പ്രാർത്ഥന നടത്തിയ ശേഷം ഒരു നാളികേരം ഭഗവതിയുടെ ശ്രീകോവിലിലെ കല്ലിൽ ശാന്തിക്കാരനാണ് മുട്ടിപ്പൊട്ടിക്കുന്നത്. അങ്ങനെയാണ് വഴിപാട്. മുട്ടിൻ്റെ ഗുണദോഷങ്ങളെല്ലാം തന്നെ ശാന്തിക്കാരൻ തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ പറഞ്ഞു തരുന്നതാണ്. ഇതിനു വേണ്ട നാളികേരം ക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ വാങ്ങാവുന്നതാണ്. അതും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകം തയ്യാറാക്കിയ വെള്ളത്തിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്. ടാങ്കിൽ മുക്കിയ ശേഷമാണ് ഭക്തർ മുട്ടറക്കലിന് ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത്. പേരും നാളും മുട്ടറക്കൽ എന്തിനു വേണ്ടിയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു റെസിപ്റ്റ് ആക്കുന്നുണ്ട്. ആ റെസിപ്റ്റ് നമ്മൾ ശാന്തിക്കാരനെ ഏൽപ്പിക്കും. ശാന്തിക്കാരൻ അത് നോക്കി ശ്രീകോവിൽ നാളികേരം ഉടയ്ക്കും. ഉടയ്ക്കുന്ന ലക്ഷണം നോക്കി ശരിയായോ, മുട്ടറക്കൽ ശരിയായോ, ദോഷം അവസാനിച്ചോ എന്നും അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. നാളികേരത്തിൻ്റെ 2 മുറികളും നമുക്ക് വഴിപാടുകാരനെ തന്നെ തിരികെ നൽകുന്നതാണ്. അത് നാളികേരം കറക്റ്റായിട്ട് 2 നേർ പകുതിയായിട്ട് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷം അവസാനിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറാൻ ദേവിക്ക് മുട്ടറക്കൽ വഴിപാട് സമർപ്പിക്കാവുന്നതാണ്. ദേവിയുടെ അനുഗ്രഹം എല്ലാവരുടെ കൂടെ ഉണ്ടാവട്ടെ.